അപ്പോൾ പെർഫോമൻസും മൈലേജും ഹാൻഡ്ലിങ്ങിന് ബ്രേക്കിംഗ് എല്ലാം കിട്ടും. പക്ഷേ ഒരു റെട്രോ മോട്ടോർ സൈക്കിളിൽ നിന്നുള്ളൊരു കംഫർട്ട് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം കിട്ടത്തില്ല. ഓക്കെ, അവിടെ R15ന്റെ ആ ഒരു ബുദ്ധിമുട്ട്. അതേ സ്റ്റിഫ് ഷാസി, സ്റ്റിഫ് സസ്പെൻഷൻ എല്ലാമാണ് ഇതിൽ ഇരിക്കുന്നത്. സോ ഫീഡ്ബാക്ക് ആവശ്യത്തിലേറെ ഫീഡ്ബാക്ക് നിനക്ക് തരുന്നുണ്ട്. കോർണേഴ്സ് ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ലൈൻസ് ആയിക്കോട്ടെ, ബ്രേക്കിങ്ങിലായിക്കോട്ടെ, എല്ലായിടത്തും നിനക്ക് ആ ഒരു പ്രോപ്പർ ടയർ ഫീഡ്ബാക്കും ഷാസി ഫീഡ്ബാക്കും കിട്ടുന്നത്. പക്ഷേ നീ ഇപ്പം റോയൽ എൻഫീൽഡ് വണ്ടികളോ അല്ലെങ്കിൽ ഇപ്പം റോണിനോ അല്ലെങ്കിൽ എന്താ പറയുക, റോണാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ. പ്രൈസ് വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഈ സെഗ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രൈസ് വൈസ് ആൻഡ് ലുക്ക് വൈസ്, കാറ്റഗറി വൈസ് റോണിനാണ് പ്രോപ്പർ. ബട്ട് ഇവൻ റോണിനെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടെ കുറച്ചുകൂടെ ഒരു ഫേം സസ്പെൻഷൻ, സ്റ്റിഫ് സസ്പെൻഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നീ ഞാൻ പറഞ്ഞാൽ ആ ഒരു നേക്കഡ് സ്ട്രീറ്റ് ഓടിക്കുന്ന രീതിക്ക് ഇത് ഓടിച്ചാൽ നിനക്ക് അത് ആ ഫീഡ്ബാക്ക് മനസ്സിലാക്കി എന്ന സംശയം വലിയ തുള്ളലൊന്നുമില്ല. പക്ഷേ നീ ഭയങ്കര കാമായിട്ട് ഒരു റെട്രോ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് നിനക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഓക്കെ, അത് ടോട്ടലി അപ് ടു യു. നിനക്ക് അതുപോലെ ആ രണ്ട് വണ്ടികൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തക്ക റൈഡിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കതൊരു ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒരാൾ ഇത് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത് ഇച്ചിരി തെറിപ്പ് കൂടിയൊരു വണ്ടിയാണെന്ന് പറയും. ക്ലാസിക്കൊക്കെ കുറെ കൂടെ കംഫർട്ടബിൾ ഒരു വണ്ടിയാണെന്നും പറയും. അത്രേ ഉള്ളൂ.